ബബിള് പാമ്പിന്റെ വയൽ പോയേ. ഓ, ഞാൻ കളിക്കുന്നില്ല. മോനെ ബബ്ലു, എന്താ അച്ഛാ? നീളമുള്ളൊരു കമ്പ് എടുത്തോണ്ട് വന്നേ. വേഗം വേണം കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാ അച്ഛാ. നിക്ക് ബബലു, ഞാനും വരുന്നു. ആഹാ, എന്തിനാ ഇപ്പൊ കമ്പ്? ഈ മാറാലെ ഒന്ന് വൃത്തിയാക്കാൻ. അയ്യോ, ഇതിന് നീളം കുറഞ്ഞു പോയല്ലോ മോനെ. അതെ, കമ്പ് ഞാൻ കൊണ്ടുവരാം. എന്താ അച്ഛാ ഈ നീളം? നീളമെന്ന് പറഞ്ഞാൽ ഒരറ്റം മുതല് മറ്റേ അറ്റം വരെയുള്ള അളവാണ്. ദാ ഇവിടം മുതല് ഇവിടം വരെ. നിങ്ങൾക്ക് ചെറുതും വലുതും അറിയില്ലേ? എങ്കി പറ, ഇതിൽ ഏത് കമ്പാണ് വലുത്? ഇതാ വലുത്. ആഹാ, മിടുക്കി. ഇനി പറ, ഇതില് ഏതാണ് നീളം കൂടിയത്? നമുക്ക് നീളം കൂടിയതും കുറഞ്ഞതും അളന്ന് കണ്ടുപിടിക്കാം. 1 2. ഇത് 2. 1 2 3. ഇനി നിങ്ങൾ പറ, 2 ആണോ 3 ആണോ വലുത്? 3 അച്ഛാ. അപ്പൊ ചെറുതോ? 2. ഇനി പറ, ഇതില് ഏതാണ് നീളം കൂടിയത്? ഇത്. ആ അതെ. ആ, ഇനി രണ്ടുപേരും പുറത്തുപോയി കളിച്ചേ. ദേഹത്തൊക്കെ പൊടി വീഴും. അച്ഛാ, അതെന്തിനാ കമ്പിൽ കിട്ടിയത്? അതോ, അച്ഛൻ അവിടം വരെ എത്താത്തത് കൊണ്ട് നീളം കൂട്ടിയതാ. മതി മതി, പുറത്തോട്ട് പോയിക്കോ. എന്താ ബബലു, ഒരു ശബ്ദം കേട്ടത്? ഓ, ഞാനും കേട്ടു. ഒന്ന് നോക്കിയേ. അയ്യോ അമ്മേ, ഭാനു കണ്ടോ? ഒരു കുഞ്ഞു കിളി. പോവും, നിലത്ത് വീണതോ? വാ വാ, പോയി നോക്കാം. അയ്യോ, ഞാൻ എന്റെ കൂട്ടിന്ന് വീണു പോയതാ. എന്നെ തിരികെ കൂട്ടിലെത്തിക്കാമോ? അമ്മ അറിഞ്ഞാൽ വഴക്ക് പറയും. ഉറപ്പായി എത്തിക്കാം. കുഞ്ഞു പേടിക്കണ്ട, അല്ലേ ബാനു? എത്തിക്കാം, പക്ഷെ എങ്ങനെ? ഈ മരത്തില് നിറച്ചു ഉറുമ്പല്ലേ. എന്താ പ്രശ്നം? ചേട്ടാ, ഈ കുഞ്ഞു കിളിയെ കണ്ടോ? കൂട്ടിൽ നിന്ന് വീണതാ. തിരിച്ച് കൂട്ടിൽ വെക്കാൻ ഒന്ന് സഹായിക്കാമോ? അയ്യോ, പാവം കിളിക്കുഞ്ഞ്. നമുക്കൊരു കൈ നോക്കാം. എന്താ? അയ്യോ, ആ കൂട്ടിൽ എങ്ങനെ വെക്കും? പറ്റില്ല കുട്ടികളെ. അങ്ങനെ പറയല്ലേ കുറുക്കൻ ചേട്ടാ. പറ്റില്ല മക്കളെ, അത്രയും ഉയരത്തിൽ കയറാനും പറ്റില്ല, നമുക്ക് എത്തുകയുമില്ല. പിന്നെ എന്തു ചെയ്യും? അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുറുക്കൻ ചേട്ടാ? ഈ കിളിക്കുഞ്ഞിനെ കൂട്ടിൽ വെക്കണം, പക്ഷേ പറ്റുന്നില്ല. അതെന്താ ചേട്ടാ? ഉയരമാണ് പ്രശ്നം. നമുക്ക് ഒരു ഏണി കിട്ടിയാ പറ്റും. മുകളിലേക്ക് കയറി ചെല്ലാമല്ലോ. ഏണി ഇപ്പോ നിക്ക്, ഞാന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാനിപ്പോ വരാം. നമ്മുടെ കുരങ്ങൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കാര്യം എളുപ്പമായേനെ. കുരങ്ങൻ ചേട്ടന് പനിയാ, അച്ഛൻ പറയുന്ന കേട്ടു. അയ്യോ, ആണോ? ഞാനൊന്ന് നോക്കട്ടെ ചേട്ടാ. നിങ്ങളൊന്ന് മാറിയേ.
പറ്റില്ല, കൂട് ഒരുപാട് പൊക്കത്തിലാണ്. അതെ, ഏണി കിട്ടിയില്ലേ? ഏണിയില്ല കുറുക്കൻ ചേട്ടാ, അത് ഒടിഞ്ഞുപോയി. ഷോ, ഇനി എന്തു ചെയ്യും? കഴുത ചേട്ടാ, പൊക്കമല്ലേ പ്രശ്നം. അതെ, എങ്കിലേ ഒരു കമ്പ് കൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ കൂട്ടിലാക്കാം. ആ ശരിയാ, അങ്ങനെ പൊക്കം കൂട്ടാം. അതൊരു വഴിയാണ്, അങ്ങനെ നോക്കാം. ഒരു നിമിഷം. ഷോ, ഇനിയും കുറച്ച് പൊക്കം കൂടി വേണം. ഞാനും കൂടി വന്നാലോ? ആ എന്നാ വാ. ബബ്ലു, സൂക്ഷിച്ചു കേറണേ. കുഞ്ഞിക്കിളി, നിന്നെ ഇപ്പൊ കൂട്ടിലാക്കാവേ. ആ അയ്യോ, എന്റെ കുഞ്ഞിനെന്തോ പറ്റി? ഏയ് ഒന്നുമില്ല കിളിയമ്മേ, അവളൊന്ന് വീണു. ഞങ്ങൾ അവളെ സഹായിച്ചതാ. ആ അതെ, ഈ ഭാനുവും ബബലുവും കണ്ടത് കാര്യമായി. കുഞ്ഞേ, നീ പറക്കാൻ നോക്കിയതാണോ? ഇല്ല കിളിയമ്മേ, കുഞ്ഞറിയാതെ വീണു പോയതാ. തീക്കളിയാ, കുടത്തിനുള്ളിൽ പെട്ടാൽ നമ്മൾ കുടുക്കിലായതുപോലാണ്. ആരാത്? ആരാണ് ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ ഒരു പൂച്ച വരുന്നുണ്ട്, അതെന്നെ പിടിക്കും. പേടിക്കണ്ട, അകത്തേക്ക് കേറിക്കോളൂ. നീ എങ്ങാനും ഒരു പല്ലിയെ കണ്ടോ? ഇല്ലല്ലോ.
പക്ഷേ ഇവിടെ പല്ലിയുടെ മണമുണ്ടല്ലോ. ഏയ്, നീ എന്താ ചെയ്യുന്നത്? നീ അന്വേഷിക്കുന്ന പല്ലി ഇവിടെയെങ്ങുമില്ല. പൊയ്ക്കോ ഇവിടുന്ന്. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ഞാൻ പോട്ടെ. വേണ്ട വേണ്ട, ആ കുഴിഞ്ഞിപ്പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതുവരെ നീ ഒരിടത്തും പോകരുത്. ശരി, ഞാൻ ഒരിടത്തും പോയില്ല. അത്ഭുതം തന്നെ. നിനക്ക് എങ്ങനെ ചുവരിലൂടെ നടക്കാൻ കഴിഞ്ഞു? ഓ അതോ, ഇത് ഞങ്ങൾ പല്ലികളുടെ ഒരു കഴിവാണ്. ഇനിയും ഇതുപോലെ വേറെ വല്ല സൂത്രം ഉണ്ടോ ചങ്ങാതി? സൂത്രങ്ങൾ ഇനിയുമുണ്ട്. മറ്റൊരിക്കൽ കാട്ടിത്തരാം. ഞാൻ പോയിട്ട് വരാം. ശരി ചങ്ങാതി. കുറിഞ്ഞിപ്പൂച്ച ഇവിടെയൊന്നുമില്ല. അത് കുറിഞ്ഞിപ്പൂച്ചയാണല്ലോ. അയ്യോ, അവളെന്റെ ചെങ്ങാതിയെ പിടിച്ചോ? നീ ആ പല്ലിയെ പിടിച്ചോ? ഏയ് ഇല്ല, ഞാൻ അവളെ പിന്നീട് കണ്ടതുപോലുമില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പോയി നോക്കാം. ചെങ്ങാതി ചെങ്ങാതി ചെങ്ങാതി, നീ എവിടെയാണ്? അയ്യോ, ഇത് അവളുടെ വാലാണല്ലോ. അയ്യോ, അവളെ പൂച്ച പിടിച്ചു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചങ്ങാതി, ഞാൻ ഇവിടെയുണ്ട്. ഇവിടെയുണ്ടോ? ആശ്വാസമായി. ചങ്ങാതി പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പൂച്ചയുടെ കയ്യിൽ നിന്നും ഞാൻ വാല് മുറിച്ചാ രക്ഷപ്പെട്ടത്. അയ്യോ, വാല് മുറിച്ചോ? അതെങ്ങനെ? നീ എന്തിനാ വെളിയിലിറങ്ങിയത്? എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു പ്രാണിയെ പിടിക്കാൻ വെളിയിലിറങ്ങിയതാ. ഇങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾ പല്ലികൾ വാല് മുറിച്ചിട്ട് രക്ഷപ്പെടും. വാലിന്റെ കാര്യമോർത്ത് വിഷമിക്കണ്ട, അതിനിയും വളരും. ഇനി വേറെ ഒരിടത്തും പോകണ്ട. എന്നോടൊപ്പം ഇവിടെ കഴിഞ്ഞോളൂ. ചങ്ങാതിയുടെ ഇഷ്ടം പോലെ. കാറ്റേ മിണ്ടാതെ വന്നു കാറ്റേ, കിന്നാരമോതും കാറ്റേ, തിരികെ നീ പോകുമ്പോൾ കൂട്ടാമ കൂടെ മാനത്തോടും വെള്ളിത്തേരൻ മേലെ കേറി രസിക്കാം, കുഞ്ചപ്പാടം തഴുകി പോരോ, നീലക്കടലിൽ തിരകൾ തീർക്കാം, പായി വഞ്ചിയെ പായിക്കാം, കാണാം കാണാം മലയും കാണാം മുല്ലപ്പൂവിനുള്ളും കേറാം, പുന്നാര കുഞ്ഞിക്കാറ്റേ മിണ്ടാതെ വന്നു കാറ്റേ, കിന്നാരമോതും കാറ്റേ, തിരികെ നീ പോകുമ്പോൾ കൂട്ടാമോ കൂടെ.
മനത്തൊത്തിരി ഉയരത്തിൽ പാറിക്കും നീ പട്ടത്തെ കാറ്റടിക്കു നൽകും നീ അതിവേഗം മാറിക്കാറുകൾ കൂട്ടി നീ മൺസൂണായി ഇങ്ങെത്തുമ്പോൾ മഴയും കുളിരും നനവും കനവും നിറയും താഴിപ്പോരാമോ ചെല്ലക്കാറ്റി നീ നിന്നോടൊപ്പം പാറി പാറി പോരാനാളുണ്ടേ അപ്പൂപ്പൻ താടി പൊന്നോണത്തും നീ കൂടാതിലെ കളിയും മലയും പേപ്പർ പ്ലെയിനും കളിയായി നിൽക്കുന്നു പുന്നാര കുഞ്ഞിക്കാറ്റേ മിണ്ടാതെ വന്നു കാറ്റേ കിന്നാരമോതും കാറ്റേ തിരികെ നീ പോകുമ്പോൾ കൂടാമോ കൂടെ വേഗം കൂട്ടം കാറ്റേ വീശിയടിക്കാൻ നേരം ചപ്പും ചവറും പൊടിയും നിറയെ കൊണ്ടുവരല്ലേ നീ കളിയും ചിരിയും പോയോ പേടിപ്പിക്കാനാണോ എന്നാലയോ ഞങ്ങൾ പോയി ഒളിച്ചിരിക്കട്ടെ കുസൃതിയാണോ കാറ്റേ വികൃതിയാണോ കാറ്റേ വീശും തോറും ഭാവം മാറും മായാജാലം കുസൃതിയാണോ കാറ്റേ വികൃതിയാണോ കാറ്റേ വേഷം മാറും രൂപം മാറും മായാജാലം ഒന്നു നിൽക്കൂ നീ വിളിക്കും ചൂടമേഘം ഒന്നടക്കി കൊടുക്കാതെ കോപമേഘം ആർക്കുമാർക്കും വേദനിക്കാൻ നാശമേതും തന്നിടാതെ പോകുമ്പോഴൊരു ചുഴലിക്കാറ്റേ ആർക്കുമാർക്കും വേദനിക്കാൻ നാശമേതും തന്നിടാതെ പോയി വന്ന മറുതലാകൂ ഓരോ വീണ്ടും വിഷം പോലെ തെന്നലായി ഓരോ വീണ്ടും വിഷം പോലെ തെന്നലായി നാനേ 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 തന്നനാനേ ആ നാനേ 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 തന്നനാനേ ഒരു കടുവ ദാഹിച്ചു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. എടോ വാനര, കുറച്ചു വെള്ളം കുടിക്കാൻ എന്താണ് വഴി? വഴിയുണ്ടല്ലോ. അവിടെ ആ പാറയ്ക്കടുത്ത് ഒരു ചെറിയ കുളമുണ്ട്. ഓഹോ, എന്നാൽ അങ്ങോട്ട് പോകാം. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. എന്തു രുചി! പന്നിയോ? വെള്ളം കുടിക്കാൻ വന്നതാവും. എന്തൊരു ദുർഗന്ധം! ഈ പന്നിയെയാണല്ലോ. ഓ, എന്തൊരാർത്തി! എന്തൊരു നാറ്റം! ഓ, ഈ പന്നി വന്ന് വെള്ളം കുടിച്ച് വെള്ളവും നിറന്നു. അയ്യോ, ഇനി ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഈ നാറ്റം സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. ഓ, ഈ കടുവ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. ശരിയാ, എന്നെ പേടിച്ചിട്ട് തന്നെയാ ഓടുന്നത്. ഈ കടുവയെ അങ്ങനെ വിട്ടാ പറ്റില്ല. പോയി ചവിട്ടിക്കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട, പാവം. ഇവനെ പോരിന് വിളിക്കാം. നാലാൾ അറിയുകയും ചെയ്യും. ഓ, ഇന്നാരെയാണാവോ ഞാൻ കണി കണ്ടത്. കഷ്ടം തന്നെ. ഇത്രയും ദുർഗന്ധമുള്ള ഒരു മൃഗത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, അതാ പന്നിയാണല്ലോ. നിൽക്കവിടെ. നീ എവിടെയാ പേടിച്ചോടുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരിന് വാ. അപ്പോ അതാണ് കാര്യം. ഞാൻ പേടിച്ചോടുകയാണെന്നാണ് ഈ വൃത്തികെട്ട ജന്തു കരുതിയിരിക്കുന്നത്.
ഇവനോട് ഇപ്പോൾ പൊരുതിയാൽ എന്റെ മേല് നാറും. ശരി, എനിക്ക് സമ്മതം തന്നെ. എന്നാൽ ഇന്ന് വേണ്ട, മറ്റന്നാൾ വരൂ, നമുക്ക് പൊരുതാം. വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ കണ്ണിൽ കണ്ട മൃഗങ്ങളോടെല്ലാം കടുവയെ പോരിന് വിളിച്ച കഥ അവൻ പറഞ്ഞു. പക്ഷേ പന്നി പറഞ്ഞ കഥ കേട്ട് വീട്ടിലുള്ളവർ ഞെട്ടി. പമ്പര വിട്ടി, നിന്റെ നാറ്റം സഹിക്കാതെ ആവണം കടുവ ഓടിയത്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. അയ്യോ അമ്മേ, അച്ഛാ, അപ്പൂപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? കടുവ എന്നെ തിന്നും. വിഷമിക്കണ്ട, ഞാനൊരു സൂത്രം പറയാം. നീ പോരിന് പോവുക തന്നെ വേണം. പക്ഷേ അഴുക്കിലും ചേറിലും നന്നായി ഉരുണ്ടിട്ടു വേണം പോകാൻ. അപ്പൂപ്പൻ പറഞ്ഞ പോലെ തന്നെ പന്നി ചേറിലും അഴുക്കിലുമൊക്കെ നന്നായി ഉരുണ്ടു. എന്നിട്ട് പേടിച്ചിട്ടാണെങ്കിലും പോരിനെത്തി. അതാ വരുന്നുണ്ട് അഹങ്കാരി. ഒറ്റ കുതിപ്പിന് അവന്റെ കഥ കഴിക്കണം. ഏതായാലും കടുവ എന്നെ കൊല്ലും. പതിയെ ചെല്ല, അത്രയും നേരം കൂടി ജീവിക്കാമല്ലോ. എന്തൊരു നാറ്റം! ഈ പന്നിയെ ഇന്ന് നാറുന്നുണ്ടല്ലോ. എന്റെ കഥ കഴിഞ്ഞത് തന്നെ. അപ്പൂപ്പന്റെ സൂത്രം ഒന്നും ഫലിക്കില്ല. ഓ, എന്തൊരു നാറ്റം! ഇവനോട് പോരിന് എനിക്ക് വയ്യ. ഓ, എന്റെ ഊഹം ശരി തന്നെ. ഇവനെ എന്നെ ശരിക്കും പേടിയാ. വാ ഇവിടെ, നമുക്ക് പോര് തുടങ്ങാം. വേണ്ട വേണ്ട, എനിക്ക് ഈ നാറ്റം സഹിക്കാൻ വയ്യ. പോരിനി മറ്റൊരിക്കലാവാം. അന്നു മുതൽക്കാണ് പന്നികൾ ചേറിലും അഴുക്കിലും കിടന്നുരുളാൻ തുടങ്ങിയത്. ദുർഗന്ധമുണ്ടായിരുന്നാൽ അപകടം മാറിപ്പോകുമെന്നും അവർ വിശ്വസിച്ചു.
ഒരു കാടിന്റെ നടുവിലുള്ള തടാകത്തിൽ നിറയെ മത്സ്യങ്ങളും ഞണ്ടുകളും താമസിച്ചിരുന്നു. ഈ തടാകത്തിൽ നിന്ന് മീൻ പിടിച്ചാണ് ഒരു വയസ്സൻ കൊക്ക് കഴിഞ്ഞിരുന്നത്. പ്രായക്കൂടുതൽ കൊണ്ട് കൊക്കിന് ക്രമേണ മീൻ പിടിക്കാനും കഴിയാതെയായി. ഇങ്ങനെ പോയാൽ ഭക്ഷണം കിട്ടാതെ ഞാൻ ചാവും. ഒരു സൂത്രം പ്രയോഗിക്കാം. എന്താ കൊക്കമാവ ഇങ്ങനെ കരയുന്നത്? എന്താ കാര്യം? ചൂടും വരൾച്ചയും അടുത്തു വരുന്നതുകൊണ്ട് ഞാൻ മാംസാഹാരം ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ, വരൾച്ചയിൽ കുളം വറ്റിയാ ഞങ്ങൾ ചത്തൊടുങ്ങും. രക്ഷപ്പെടാൻ എന്താ മാർഗം കൊക്കമാവ? ഞങ്ങളെ കൈവിടരുതേ. മീനുകളുടെ ചോദ്യം കേട്ട് തന്റെ സൂത്രം ഫലിച്ചുവെന്ന് കൊക്കിന് മനസ്സിലായി. നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങു ദൂരെ ഇതിനേക്കാൾ വലിയൊരു കുളമുണ്ട്. നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. കൊക്ക് ഓരോ ദിവസം ഓരോ മീനിനെയായി കൊത്തിയെടുത്ത് പറക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞണ്ടിന്റെ ഊഴമായി. വളരെ ദൂരം പറന്നിട്ടും ഞണ്ട് കുളമൊന്നും കണ്ടില്ല. എവിടെ കൊക്കമാവാ വലിയ കുളം? എടാ മണ്ടാ, കുളവുമില്ല വെള്ളവുമില്ല. മീനുകളെ തിന്ന് ഞാൻ മടുത്തു. ഇന്ന് നീ ആയത് നന്നായി. ഞണ്ട് പേടിച്ചു വിറച്ചു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പിടിവിട്ട് താഴെ ചാടിയാൽ മരണം ഉറപ്പ്. ഈ ചതിയൻ കൊക്ക് തിന്നുകയും ചെയ്യും. എന്നാൽ ഈ ചതിയനെ വകവരുത്തിയിട്ട് തന്നെ കാര്യം. ഞണ്ട് തിരികെ കുളത്തിലേക്ക് ചെന്നപ്പോ കൂട്ടുകാർക്ക് അത്ഭുതമായി. ഉണ്ടായതെല്ലാം അവൻ വിസ്തരിച്ചു പറഞ്ഞു. എല്ലാവരും ഞണ്ടിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചു.